എല്ലാവർക്കും MK പ്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സെയിൽ വീഡിയോ അല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാൻ പുഴക്കരയിൽ കുറച്ച് പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിന് കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നട്ട് ഒരു 1.5 ആഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ളൊരു കാഴ്ചയാണ്. നമ്മളിത് തടെടുക്കുന്ന സമയത്ത് തന്നെ ഇതിൽ കുമ്മായും വേപ്പും പിണ്ണാക്കും ഇടുന്നുണ്ട്. അതിട്ടൊരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വിത്തിടുന്നത്. അതിൽ നമ്മൾ പയർ, മത്തന്, കുമ്പളം, ചിരങ്ങ, പടവലം, ചീര, കക്കിരി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് പയറിന് നാട്ട കൊടുക്കുകയാണ്. പുഴക്കരയിൽ നടുമ്പോൾ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നനച്ച് കൊടുക്കുക കേട്ടോ. അതൊക്കെ ഒരു സുഖമാണ്. എപ്പോഴും മണ്ണിന് നല്ല ഈർപ്പുണ്ടാവും. അപ്പോൾ എന്നും നനക്കേണ്ട ആവശ്യമില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് നനച്ചെടുക്കുക. പിന്നെ ഇത് നട്ട് ഒരു 1.5 മാസത്തിന് ശേഷമുള്ള കാഴ്ചയാണ് കേട്ടോ. നമ്മൾ കക്കിരിയൊക്കെ 2-3 തവണ ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. കക്കിരി പയറൊക്കെയാണ് ഇപ്പോൾ ആയത്. വെണ്ട, ഇത് നമുക്ക് കഴിക്കുന്നതിനേക്കാളും ഒരു സന്തോഷമാണ് ഇതിങ്ങനെ ഉണ്ടായി കാണുമ്പോൾ. പിന്നെ നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോൾ അതിലേറെ സന്തോഷമാണ്. അപ്പോൾ ഞാനിത് പല സമയത്തായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ചില സമയത്ത് വിളവെടുക്കുമ്പോൾ വീഡിയോ എടുക്കും. അപ്പോഴുള്ള കാഴ്ച നിങ്ങളും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് ഒറ്റക്കാണ് എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഫാൾട്ടൊക്കെ ഉണ്ടാവും. ഇത് ഓരോ സമയത്തും വിളവെടുക്കുമ്പോൾ കിട്ടുന്ന പച്ചക്കറികളാണ് കേട്ടോ. ഇതിൽ ചുവന്ന ചീര, പച്ചച്ചീര, പാൽച്ചീര ഉണ്ട്. പിന്നെ സുന്ദരിച്ചീര എന്ന് പറഞ്ഞ് ഉണ്ടായത് പാൽച്ചീരയാണ്, അല്ല പച്ചച്ചീര ആയിപ്പോയിട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്ന എന്താണെന്നറിയോ? ഈ ചുവന്ന ചീരൻ്റെ ഇടയിൽ കാണുന്നതാണ് പൊട്ടിക്കാന്ന് പറയും. അത് കുട്ടിക്കാലത്ത് കുറേ ആളുകൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. അത് ഈ പോയ സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇപ്പോൾ അന്യം നിന്ന് പോകുന്ന ഓരോ സംഗതികളാണ്. അതിവിടെ പോയാൽ ഇഷ്ടം പോലെ ഉണ്ട്. പാൽച്ചീരൻ്റെ തണ്ട് കാണാൻ നല്ല ഒരു ഭംഗിയല്ല. അതേപോലെ ചുവന്ന ചീരൻ്റെതും കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷെ അത് വിത്ത് മാറിപ്പോയി, വിത്ത് കിട്ടിയില്ല. ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ പച്ചക്കറി നടുമ്പോൾ എന്തായാലും അതിന് വളം കൊടുക്കണമല്ലോ അല്ലേ. അപ്പോൾ അതിന് ഞാൻ കൊടുക്കുന്ന ഒരു ജൈവ സ്ലറിയാണ് ഇത്. വേപ്പും പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, എല്ലുപൊടി, ഇത് 3 കൂടെ ഇട്ട്
വെള്ളത്തിലിട്ട് പുളിപ്പിച്ച് ഒരു 4-5 ദിവസമൊക്കെ കഴിഞ്ഞ്, ഇത് ഇപ്പോൾ കുറച്ച് ദിവസമായി, 4-5 ദിവസമൊക്കെ വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളത് എടുക്കുക. പിന്നെ ഇതിലേക്ക് പച്ച ചാണകം കൂടെ ഉണ്ട്, അതും വെള്ളത്തിൽ കലക്കി വെച്ചതാണ്. അതിപ്പോൾ നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇതാണ് ചാണകം. അപ്പോൾ നമ്മൾ കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, അപ്പോൾ ഇത് ചെടികൾക്ക് ആവശ്യമുള്ള നൈട്രജന്, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇതെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ചെടികൾക്ക് ആവശ്യമായ എല്ലാ ധാതു ലവണങ്ങളും അടങ്ങിയിട്ടുള്ളൊരു മിശ്രിതമാണിത്. അപ്പോൾ ഈ സ്ലറി നന്നായിട്ട് നമ്മൾ എത്ര കപ്പാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ 4 ഇരട്ടി വെള്ളം ഒഴിച്ചതിന് ശേഷം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഇത് പച്ചക്കറിക്കെന്നില്ല, ചെടികൾക്കൊക്കെ നല്ലത് തന്നെയാണ്. ഇതിൻ്റെ വേരിൻ്റെ വളർച്ച, തണ്ടിൻ്റെ ഇലക്ക് എല്ലാത്തിനും ആവശ്യമായ എല്ലാ സംഗതികളും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 1.5 ആഴ്ച കഴിയുമ്പോൾ പച്ചക്കറിക്കൊക്കെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഇതേപോലെ വെള്ളമായിട്ട് തന്നെ വേണം, കട്ടിയിലായി പോകരുത്. അതെന്താണെന്ന് വെച്ചാൽ അത് അവിടെ കിടന്ന് കഴിഞ്ഞാൽ ഉറച്ച് പോകും, നല്ല കട്ടിയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ. അതുകൊണ്ടാണ് നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് ഇതേപോലെ പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ പച്ചക്കറിയിലുണ്ടായ മത്തനൊക്കെയാണ്. കുമ്പളം ഇതുവരെ ഒന്നും ആയത് കണ്ടില്ല, അതിങ്ങനെ പൂവ് ഒക്കെ തൊഴിഞ്ഞ് പോവുക ചെയ്യുന്നത്, അതിന്മേൽ കായ് പിടിക്കുന്നില്ല. ഇതാണ് നമ്മളെ ചിരങ്ങ, പടവലൊക്കെ കേട്ടോ. പിന്നെ കൂടുതലും പയറിനൊക്കെ ഒരു വരുന്ന അസുഖമാണ് ചായ് ശല്യം അല്ലേ. പയറിന് അതേപോലെ പുഴു ശല്യം, വഴുതനങ്ങ, ഈ പടവലത്തിനൊക്കെ ഉണ്ടാകും പുഴു ശല്യങ്ങളൊക്കെ. പിന്നെ മുഞ്ഞ, വെള്ളീച്ച, അതിനൊക്കെ നമ്മൾ കഷായം ഉണ്ടാക്കും, പുകര കഷായം ഉണ്ടാക്കും. പിന്നെ വെളുത്തുള്ളി കഷായമൊക്കെ ഉണ്ടാക്കും. വെളുത്തുള്ളി ഒരു ഒന്നെന്ന് പറഞ്ഞാൽ ഒരു അതിൻ്റെ ഒന്ന് മുഴുവനായിട്ടില്ലേ, എന്താ പറയുക, അതെടുക്കുക. പിന്നെ സോപ്പ് ഓയിൽ ഒരു 5 മില്ലി, പിന്നെ വേപ്പെണ്ണ, ഇത് 3ഉം കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ പുകല കഷായം വെച്ച് കൊടുക്കുക. അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കതിനേക്കാളും ഒരു ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ബറ്റാലിയൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഈ ഒരു പേക്ക് 4 ലിറ്റർ വെള്ളത്തിലാണ് കലക്കേണ്ടത് കേട്ടോ. 4 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. 4 ചായ് ശല്യം പെട്ടെന്ന് പോകുന്നതാണ്. ഇത് നമ്മൾ കായ പിടിച്ചൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഉണ്ടാവും. ചായ് ശല്യം കാണുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ ഒഴിച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ഒരു ഈസ്റ്റ് പരുവത്തിലാണിത് ഉണ്ടാവുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ഇത് ഈസ്റ്റിൻ്റെ ഒരു പരുവാണ്, ആ ഒരു തരി ആയിട്ടുള്ള സംഗതിയാണ്. അത് 1 ലിറ്റർ വെള്ളമൊക്കെയാണ് വേണ്ടത് വെച്ചാൽ 1 ലിറ്റർ വെള്ളത്തിൽ കുറച്ചെടുക്കുക, എന്നിട്ട് അങ്ങനെ കലക്കുക. ഇതൊരു പേക്ക് 4 ലിറ്റർ വെള്ളത്തിലാണ് ഇത് കലക്കേണ്ടത്. എന്നിട്ടത് ചെടികൾക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. പയറിനൊക്കെ നല്ല മാറ്റം ഉണ്ടാകും. പെട്ടെന്ന് തന്നെ ചായ് ശല്യം, പിന്നെ പുഴുശല്യം ഒന്നും പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇത് തന്നെയാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത്. ഒരു വട്ടം തന്നെ ഉപയോഗിച്ചാൽ പിന്നെ ചായ് ശല്യമൊന്നും വരലില്ല. പയറിന് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് അതാണ്. പിന്നെ ഈ വെള്ളീച്ച ഒക്കെ, അപ്പം അതൊന്നും ഉണ്ടാവില്ല. ഇതിന് 40 രൂപയാണ് ഒരു പേക്കിനുള്ളത് കേട്ടോ. ഇത് നമ്മൾ ടെറസിൻ്റെ മുകളിൽ നട്ടതാണ് പച്ചമുളക്. അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായി വന്നിട്ടുണ്ട്.
കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൃഷി പച്ചക്കറി ടെറസിൻ്റെ മുകളിലും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വിളവെടുപ്പ് പെട്ടെന്ന് കഴിഞ്ഞു പോവും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പിന്നെ പുകയില കഴിഞ്ഞ പ്രാവശ്യം പുകയില ഉണ്ടാക്കിയിട്ടില്ല, എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രക്കൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് വെള്ള കളറുള്ള വഴുതനയാണ് കേട്ടോ.